Hello students, welcome back to new topic. Today I am explaining very important topics like actual arguments and formal arguments in function. These are the two terms are very you have to familiarize because these two things is very important for university exam also. So today I am discussing about actual and formal arguments in functions. In user-defined function, we had seen that different kinds of parameters in function prototype declaration, in function call, and function header also we have seen different types of parameters. We can discuss about first actual arguments. What is actual arguments? It's very simple parameters and simple things. You have to understand it. The actual arguments means the arguments that are passed in a function call. The arguments that are passed in a function call are called actual arguments. These arguments are defined in the calling function. So you remember that a calling function and called function in previous session we discussed. So here the arguments are passed in function call. That is a calling function. See that example. The same example repeated here. See the function called sum of a comma b. That is a calling function. Here a and b are known as actual arguments. That means when we pass the parameters in function call is called actual arguments. നമ്മുടെ പ്രോഗ്രാം ഫംഗ്ഷനകത്ത് മെയിൻ ഓഫിനകത്ത് ഫംഗ്ഷനെ എവിടാണോ നമ്മൾ കോൾ ചെയ്യുന്നത് ഫംഗ്ഷൻ കോളിനകത്ത് പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുന്ന വേരിയബിൾ ദാറ്റ് ഈസ് ഹിയർ എ ആൻഡ് ബി ഈ രണ്ട് പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോളിനകത്ത് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. മറന്നുപോകരുത്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിനകത്ത് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫംഗ്ഷനകത്ത് സം എ കോമ ബി, അപ്പോൾ ഇതാണ് സം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് എ കോമ ബി എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ കോൾ. ആ ഫംഗ്ഷൻ കോളിനകത്ത് എ പാസ് ചെയ്യുന്ന പാരാമീറ്ററായ എയും ബിയും ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് വാട്ട് ഈസ് ആർഗ്യുമെന്റ്സ്? The formal arguments are arguments in the function declaration. The scope of formal arguments is local to the function definition in which they are used. They belong to the called function. The formal arguments are arguments in function declaration. നമ്മൾ function declaration എന്താണെന്ന് അറിയാം, function definition. The scope of formal arguments is local to the function definition in which they are used. They belong to the called function. നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അത് കോളിംഗ് ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ്. അപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ഫംഗ്ഷനകത്ത് ഇരിക്കുന്ന പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കോൾഡ് ഫംഗ്ഷൻ ഏതാണ്? സം. അതായത് ഇവിടെ എക്സ് ആൻഡ് വൈ ആർ ദ ഫോർമൽ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഇവിടെ സം എ കോമ ബി, എ ആൻഡ് ബി എന്ന് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. എക്സും വൈ എന്ന് പറയുന്നത് എന്താണ്? ഫോർമൽ ആർഗ്യുമെന്റ്സ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരാം. കാര്യം നമ്മൾ കോളിംഗ് ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇൻഡ് എ ഇൻഡ് ബി എന്നാണ്. ഇവിടെ നമ്മൾ പാസ് ചെയ്ത പാരാമീറ്റർ എയും ബിയും ആണ്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് ഇൻഡ് എക്സ് ഇൻഡ് വൈ ആണ്. സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരാം, എന്താണ് ഇവിടെ എയും ബി അല്ലേ വരുന്നത്? അല്ല, നിങ്ങൾക്ക്
ആക്ച്വൽ ആർഗ്യുമെൻസും ഫോർമൽ ആർഗ്യുമെൻസും വേരിയബിൾ മാറ്റാം, പക്ഷേ ഡേറ്റ ടൈപ്പ് മാറരുത്. നിങ്ങൾക്ക് ഇവിടെ എയും ബിയും കൊടുത്തിട്ട് പിയും എക്സും, പക്ഷേ ഡേറ്റ ടൈപ്പ് മാറരുത്. ഇവിടെ ഇൻ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇൻ്റ് തന്നെ ആയിരിക്കണം, പക്ഷെ വേരിയബിൾ നെയിം മാറാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെൻസിൻ്റെ ഡമ്മി വേരിയബിൾ ആയിട്ടാണ് ഫോർമൽ ആർഗ്യുമെൻസ് ആക്ട് ചെയ്യുന്നത്. അതായത് എയുടെ ഡമ്മി വേരിയബിൾ ആയിരിക്കും എക്സ്, അതുപോലെ തന്നെ ബിയുടെ ഡമ്മി വേരിയബിൾ ആയിരിക്കും വൈ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യാം, പക്ഷേ ഡു നോട്ട് ചേഞ്ച് ദി ആക്ച്വൽ ആൻഡ് ഫോർമൽ വേരിയബിൾ ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് മാറാൻ പാടില്ല, വേരിയബിൾ ചേഞ്ച് ചെയ്യാം. So I hope that all of you understand that formal arguments and actual arguments. This is very important for university exam. Okay, thank you.